നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബാഹുബലി വൈബിൽ വിജയുടെ സത്യപ്രതിജ്ഞ. ആ വേദിയിൽ അടയ്ക്കാക്കുരുവി പോലെ രാഹുൽ ഗാന്ധി. തനി അവസരവാദ രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് പയറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഇപ്പോൾ ആശങ്കയോടെ കോൺഗ്രസിനെ നോക്കുന്നു. DMKയുടെ അധ്യക്ഷൻ സ്റ്റാലിൻ കോൺഗ്രസിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞു. തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി വിജയുടെ നാളുകളായിരിക്കും എന്ന് കോൺഗ്രസ് കുറിക്കുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാറ്റ് മാറിയ നിമിഷം തന്നെ അവർ സ്റ്റാലിനെ ഒറ്റിയത്. DMKയെ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്ന വികാരം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ശക്തമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിത ഭരണമാറ്റത്തിന് പിന്നാലെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം വൈറലാകുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ജോസഫ് വിജയിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുക മാത്രമല്ല, DMKയ്ക്ക് പരോക്ഷമായ ഒരു സ്വാഗതം കൂടി തൻ്റെ മുന്നണിയിലേക്ക് നൽകുകയാണ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം സംസ്ഥാനവുമായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി വിജയ്ക്ക് ഉറപ്പ് നൽകുന്നു. എന്നാൽ വിജയുടെ തമിഴക വെട്ടുകഴകത്തിൻ്റെ സഖ്യകക്ഷിയായ പിന്നിൽ നിന്ന് കുത്തുന്ന ആ പാരസൈറ്റ് കോൺഗ്രസ് പാർട്ടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചു. തങ്ങളുടെ ദീർഘകാല സുഹൃത്തായ DMKയെ ഉപേക്ഷിച്ചതാണ് മോദിയുടെ പരാമർശത്തിന് കാരണം. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കൂ. 25-30 വർഷമായി കോൺഗ്രസ് DMKയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. DMKയുമായുള്ള സഖ്യമാണ് കോൺഗ്രസിനെ പലപ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റിയത്. 2014 മുൻപ് 10 വർഷം കോൺഗ്രസ് നയിച്ച സർക്കാർ അതിജീവിച്ചത് പ്രധാനമായും DMK കാരണം. കോൺഗ്രസിൻ്റെ പുരോഗതിക്ക് നിരന്തരം പ്രവർത്തിച്ച DMKയെ തന്നെ അവർ കാറ്റ് മാറി വീശിയ നിമിഷം പരാജയപ്പെടുത്തി. DMKയെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്നാണ് മോദി പറയുന്നത്. അധികാരക്കൊതിയിൽ മുങ്ങിയ കോൺഗ്രസ് കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ DMKയെ പിന്നിൽ നിന്ന് കുത്തി. ഇപ്പോൾ കോൺഗ്രസിന് രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താൻ മറ്റൊരു പാർട്ടി കൂടി ആവശ്യമാണ്. അതിൻ്റെ പിന്നിൽ കയറാൻ കഴിയുന്ന ഒന്ന്. വിജയ് മന്ത്രിസഭയിൽ ഇന്ന് 9 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. യുവാക്കളും പരിചയസമ്പന്നരുമായ നേതാക്കൾ ഒരുമിച്ചാണ് മന്ത്രിസഭയിലുള്ളത്. TVK മേധാവിയുടെ കോർ ടീമിന് ഒരു സ്ഥാനം ലഭിച്ചു. എന്നാൽ ഭൂരിപക്ഷം തികയ്ക്കാൻ TVKയെ പിന്തുണയ്ക്കാൻ ആദ്യം സമ്മതിച്ച പാർട്ടിയായ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവും പുതിയ തമിഴ്നാട് മന്ത്രിസഭയിൽ ഇപ്പോഴില്ല. തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി വളരെയധികം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് DMK വിളിച്ച നിരവധി യോഗങ്ങളിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടുമില്ല. വ്യാഴാഴ്ച DMK ഒരു പ്രമേയം പാസാക്കിയിരുന്നു. BJP പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് പോലെയാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഞങ്ങളോട് ചെയ്തത്. കോൺഗ്രസിൻ്റെ ഈ പ്രവൃത്തിയെ ബാക്ക് സ്റ്റാമ്പർ എന്നാണ് ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്നത്. വിജയുടെ TVKയ്ക്ക് ഭൂരിപക്ഷം നേടുന്നതിന് കോൺഗ്രസ് പിന്തുണ നൽകുന്നു എന്നറിഞ്ഞയുടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനെ വിശേഷിപ്പിച്ചത് ബാക്ക് സ്റ്റാമ്പർ എന്ന പ്രയോഗത്തിലൂടെ. നമ്മുടെ പാർട്ടി നേതാവിനെ പിന്നിൽ നിന്ന് കുത്തി. വിജയത്തിന് നേരിട്ട് നന്ദി പറയാൻ പോലും വരാതെ കോൺഗ്രസ് വലിയ വഞ്ചനയാണ് ചെയ്തത്. പക്ഷേ സ്റ്റാലിൻ വലിയ സഹിഷ്ണുത കാണിക്കുകയും ഉദാരമതിയും ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് DMKയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. ഞങ്ങളുടെ സഖ്യത്തിൽ കോൺഗ്രസിന് ഒരു രാജ്യസഭാ സീറ്റും 28 നിയമസഭാ സീറ്റുകളും അനുവദിച്ചു. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ അവർ ഒരു ബദൽ മുന്നണിയിലേക്ക് മാറി. സഖ്യകക്ഷികളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയ വിജയം അവർ അപകടത്തിലാക്കി എന്നാണ് DMK പറയുന്നത്. മറുവശത്ത് കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പാക്കിയതിലൂടെ വിജയ് കോൺഗ്രസിനെ വിഴുങ്ങുകയാണ് എന്നൊരു കൂട്ടർ പറയുന്നു. അടുത്ത തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ അപ്രസക്തമാകും. അതിനുള്ള കളിയാണ് ഇപ്പോൾ വിജയ് നീക്കിയത്. DMK കോൺഗ്രസ് മുന്നണി തകർത്തുകൊണ്ട് വിജയ് ലക്ഷ്യമിട്ടതും അതുതന്നെ. എന്നാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയൊരു കരുനീക്കത്തിൻ്റെ തുടക്കമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 3 പതിറ്റാണ്ടുകളാണ് കോൺഗ്രസിനൊപ്പം DMK നിലകൊണ്ടത്. എല്ലാ കാലത്തും ദേശീയ രാഷ്ട്രീയത്തിൽ അവർ നിർണായക സ്വാധീനം ചെലുത്തി. എന്നാൽ DMKയുടെ ഏറ്റവും നിർണായക വേളയിൽ അവരെ പിന്നിൽ നിന്ന് കോൺഗ്രസ് കുത്തുകയായിരുന്നു എന്ന വികാരം തമിഴ്നാട്ടിൽ ഇപ്പോൾ ശക്തമാണ്. തമിഴ്നാട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടുപോയ DMKയെ NDA പാളയത്തിലെത്തിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ചൂണ്ടയാണ് ഇപ്പോൾ പുറത്തുവന്ന പ്രസ്താവന. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കരുത്തരായ പ്രാദേശിക പാർട്ടി എന്ന ലേബലായിരുന്നു DMK എക്കാലത്തും പേറിയിരുന്നത്. DMK ഒറ്റപ്പെടില്ല, അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ അർഹമായ പരിഗണന BJP നൽകും എന്ന പ്രതീതിയാണ് ഇപ്പോൾ മോദിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത്. സ്റ്റാലിനെ തങ്ങളുടെ സഖ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഈ മാസ്റ്റർ പ്ലാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ലക്ഷ്യമിട്ടുള്ളത്. ദേശീയതലത്തിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ DMKയെ പോലെ വലിയ ഒരു കക്ഷിയുടെ പിന്തുണ
പിന്തുണ ലോക്സഭയിൽ മോദി സർക്കാരിന് കൂടുതൽ കരുത്തേകും. DMK എംപിമാരുടെ പിന്തുണ ലഭിച്ചാൽ രാജ്യസഭയിലും നിർണായക ബില്ലുകൾ പാസാക്കാൻ ഇനി NDA സർക്കാരിന് കഴിയും. കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്താൻ സ്റ്റാലിനെ ഒപ്പം നിർത്തുക എന്ന തന്ത്രം ഒരുപക്ഷെ BJP പയറ്റും. 2014 മുൻപുള്ള 10 വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചത് DMK കാരണമായിരുന്നു എന്ന മോദിയുടെ പരാമർശം ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ കുരുക്കുന്നത്. തമിഴ്നാട്ടിൽ BJPക്ക് ഇതുവരെ ശക്തമായ വേരോട്ടമൊരുക്കാൻ കഴിഞ്ഞിട്ടില്ല. DMKയുമായി ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. സ്റ്റാലിനെ സംബന്ധിച്ച് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നത് സംസ്ഥാനത്തെ പദ്ധതികൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിനും അനിവാര്യം. ഒരുപക്ഷെ സ്റ്റാലിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത് സ്റ്റാലിനെയും DMKയെയും NDAയിലേക്ക് മോദി കൂട്ടിക്കൊണ്ടുവരുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ശങ്കിക്കുന്നു. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റം ദേശീയതലത്തിലെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയെ തകർത്തിരിക്കുന്നു. തമിഴ്നാട്ടിലെ DMKയെ കൈവിട്ട കോൺഗ്രസിനെ ഇനി മറ്റു പ്രാദേശിക പാർട്ടികൾ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യമാണ് BJP തൊടുക്കുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ലെന്നും അവസരങ്ങളുടെ കലയാണെന്നും രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നു. അഥവാ രാഹുൽ ഗാന്ധിയെ KC വേണുഗോപാലിനെ പോലെയുള്ളവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. വിജയ് അധികാരമേറ്റതോടെ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഇപ്പോൾ ദൃശ്യമാണ്. വരും കാലങ്ങളിൽ വിജയുടെ രാഷ്ട്രീയമായിരിക്കും തമിഴ് രാഷ്ട്രീയം കീഴടക്കുക എന്ന് വിജയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നുണ്ടാവാം. സ്റ്റാലിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിനുള്ള തുടക്കമിട്ടു. മറുവശത്ത് ഈ ചൂണ്ടയിൽ സ്റ്റാലിനും DMKയും കൊത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം വ്യക്തമാണ്, വിജയുമായുള്ള ഈ ബാന്ധവം എത്രമാത്രം കോൺഗ്രസിന് സഹായകരമാകും എന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ വിജയ് കൂടുതൽ ശക്തനായാൽ ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ വെറും കറിവേപ്പില മാത്രമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.